ഹലോ ഗൈസ്, ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത് കേട്ടോ. ഇന്നലെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് സംഭവബഹുലമായ എപ്പിസോഡായിരുന്നു. എന്തൊക്കെയാ ഇന്നലെ സംഭവിച്ചതെന്ന് പറയാൻ പറ്റും. ഇന്നലെ ഒരു ടാസ്ക് കൊണ്ടുണ്ടായ ഒരു ടാസ്ക്, ഒരു പണിപ്പുര ടാസ്ക് കൊടുത്ത് അതിൽ നിന്ന് പൊട്ടി 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 വന്ന് ലാസ്റ്റ് അനുമോളുടെയും ജിസേല് ആര്യൻ അനുമോള് ജിസേലും ആര്യനോടെ കിസ് ചെയ്യുന്ന കണ്ടു, അവരൊന്നിച്ച് കിടക്കുന്ന കണ്ടു, കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടു. അതുവരെ എത്തി നിൽക്കുന്ന ഒരു സംഭവബഹുലമായ ഒരു എപ്പിസോഡായിരുന്നു. എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്താണ് കാണിച്ചേക്കുന്നത്. പക്ഷെ ലൈവിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡിനകത്ത് എനിക്ക് അതിനകത്ത് അനുമോള് പറയണ്ടെന്ന് എനിക്ക് തോന്നി. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പൊ നമുക്ക് എപ്പിസോഡിന്റെ ആദ്യം തൊട്ടേ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഇവർക്ക് രാവിലെ ഒരു ആപ്പിളിന് വഴക്കായിരുന്നു. ആപ്പിളിനല്ല, രാവിലെ റെനയോട് തലേദിവസം കിച്ചൺ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെന ഞാൻ കിടക്കുന്നതിന് മുന്നേ ക്ലീൻ ചെയ്തിട്ട് ഉറങ്ങിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ റെന അത് ക്ലീൻ ചെയ്യാൻ മറന്നുപോയി. നമ്മൾ ഷാനവാസ് ആണ് കിച്ചൺ ക്യാപ്റ്റൻ. അപ്പൊ ഷാനവാസ് അതിനെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ അതിനെ പറഞ്ഞു ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ സോറി പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സോറി പറഞ്ഞ അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പുതിയതായിട്ട് വന്ന ഇതുണ്ടല്ലോ, വയൽക്കാടുണ്ടല്ലോ, ലക്ഷ്മി കയറുമ്പോൾ ലക്ഷ്മീനെ ഷാനവാസ് പൊടി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ ലക്ഷ്മി എന്തിനാ എന്നെ എടി പൊടി എന്ന് വിളിക്കുന്നേ? അതിന്റെ കാര്യമില്ല, ഞാൻ കാര്യമല്ലേ പറഞ്ഞേന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അനുമോൾ അതിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്തോണ്ട് പോയി കഴിയുമ്പം ആപ്പിൾ എടുത്തോണ്ട് പോയതിനെ ഷാനവാസ് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഒരു കിച്ചൺ രാവിലെ തന്നെ ഒരു വഴക്ക് അവിടെ നടക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവർക്ക് ബിഗ് ബോസ് പൂക്കളൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ പൂക്കളം ഇട്ട് കഴിഞ്ഞ് കുറെ നേരം കഴിയുമ്പോഴത്തേനും രമ്യ നമ്പീശനും മറ്റേ ഇവർക്ക് ഇടുന്ന ഒരു ഓണപ്പാട്ടുണ്ടല്ലോ, ഓണപ്പാട്ടിന്റെ ജസ്റ്റിനും അങ്ങനെ പറയുന്ന ഒരാളോട് അതിനകത്ത് കയറി വരുന്നു. കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കയറുമെന്ന് അവർ സംസാരിച്ചു. പിന്നെ ഓണത്തിനെ കുറിച്ചുള്ള ഇവർ ഓരോരുത്തർ ഓർമ്മകൾ പറയാൻ പറഞ്ഞു. അങ്ങനെ ഓണത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇവര് ഉച്ചയായപ്പോഴത്തെ നാരങ്ങ വെള്ളമോ ഏതാണ്ടൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇവര് പോയി. അതൊരു വലിയ സുഖമായിരുന്നു. ബോറൻ ഇതായിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ വന്നത് അത് കഴിഞ്ഞ് പിന്നെ ഈ വയൽക്കാട് എൻട്രീസിന് ഡ്രസ്സൊക്കെ വേണമല്ലോ. അപ്പോൾ അവരുടെ സാധനങ്ങൾ പണിപ്പുര വെച്ചൊക്കെയാണ്. അപ്പോൾ ബിഗ് ബോസ് ഇവർക്ക് ടാസ്ക് കൊടുക്കുന്നു. 10 സെക്കൻഡിനുള്ളിൽ ഇവർ ഓടിപ്പോയി ടാസ്ക് എടുക്കണം. അതിൽ വലിയ ബോംബും ചെറിയ ബോംബും ഉണ്ട്, അത് എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഈ ബിഗ് ബോസ് പണിപ്പുരയ്ക്കകത്ത് കുറെ ബോംബ് പോലെ സാധനങ്ങൾ മോളിൽ തൂക്കിയിട്ടുണ്ട്. അന്ന് ഇവര് ആ സാധനം പറിച്ചെടുക്കാതെ ഡ്രസ്സും സാധനങ്ങളും അല്ലേ വേണ്ടത്. അപ്പൊ അതെടുക്കാനുള്ളതിന് പ്രവീണും ആരൊക്കെ ഈ ബോംബ് എത്തിച്ചാടി വലിച്ചത് എടുത്തോണ്ട് വരുന്നുണ്ടായിരുന്നു. ഇവര് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ ബിഗ് ബോസ് പറഞ്ഞു ലക്ഷ്മിയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ടായിരുന്നു ബോംബ്. ബിഗ് ബോസ് പറഞ്ഞത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ്, അതല്ല ബോംബ്. നിങ്ങൾ ഡ്രസ്സിൽ ബോംബിന്റെ പടം വെച്ചിട്ടുണ്ട്, വലിയ ബോംബ്, ചെറിയ ബോംബ്, മീഡിയം ബോംബ്, അങ്ങനെ. അപ്പൊ ആ ബോംബിലുള്ള ഇതാ വരുന്നതെന്ന് പറഞ്ഞു. അതാണ് ബിഗ് ബോസ് ഉപദേശിച്ച ബോംബ് എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരെല്ലാം കൂടെ കളിയാക്കി. എന്നെ ഇത്രയും ഇത് വന്ന വൈൽഡ് കാർഡ്സിന് ഇത് അറിയത്തില്ലേ, കണ്ടിട്ട് വന്ന വൈൽഡ് കാർഡ്സിന് ഇത് അറിയത്തില്ല എന്ന് വെച്ചാൽ വീട്ടുകാർ ആരിനെ കൂടി ചെറുതായിട്ട് വഴക്കുണ്ടായി. ആ വഴക്ക് പതിയെ ബെഡ്റൂമിലോട്ട് പോയി. അപ്പൊ ബെഡ്റൂമിലോട്ട് പ്രവീണും ആര്യനും തമ്മിൽ ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് വഴക്കുണ്ടായപ്പോൾ നിന്റെ പുതപ്പിനടിയിലെ കേസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ തലേദിവസം രാത്രിയിൽ ഈ പുതപ്പിന്റെ കേസ് മസ്താനി ആര്യനോട് പറഞ്ഞു, നീയും ജിസയിലൂടെ പുതപ്പിനടി കിടന്ന് കാണിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നുള്ള കാര്യം. അപ്പൊ അത് അനുമോളുടെ അടുത്ത് ഈ സംഭവം എത്തി. അപ്പൊ അനുമോക്ക് മനസ്സിലായി. അനുമോൾ തലേദിവസം ഷാനവാസ്, ആദില, നൂറ, ഒനീലാന്ന് തോന്നുന്നു, ഇവരോട് ഈ സംഭവം പറഞ്ഞു. ഞാൻ നല്ല വ്യക്തമായിട്ട് കണ്ടു, പുതപ്പിനകത്ത് അവരിരുന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടു. എന്റെ ബെഡിൽ കിടന്നാൽ ആര്യന്റെ ബെഡിനകത്തും ആര്യനും ജിസയിലും ഒരു ബെഡേല കിടക്കുന്നത്. അപ്പൊ അതിനകത്ത് കിടക്കുന്നത് എനിക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമൊക്കെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും തല വെച്ചാ കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അവർ ഒന്നിച്ച് കിടന്നു. പിന്നെ അടുത്ത് വന്നു. പിന്നെ എന്നൊക്കെ പറഞ്ഞു. അത് ഈ സംഭവം തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഒനീലും ഉണ്ടായിരുന്നു, അവിടെ ആദില, നൂറ ഉണ്ടായിരുന്നു, ഷാനവാസും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഈ പണിപ്പുര ടാസ്ക് നടന്ന ബെഡ്റൂമിൽ വഴക്കുണ്ടായ സമയത്ത് പ്രവീണ ആരിനോട് നിന്റെ ബെഡ്റൂം, നിന്റെ പുതപ്പ് ഞങ്ങൾക്കറിയാം, പുതപ്പറിയാം, പാൽക്കുപ്പി, പാവാടവള്ളി ഇതൊക്കെ നമ്മൾ പുറത്ത് പറഞ്ഞ വേർഡ്സ് എല്ലാം പറയുന്നുണ്ടായിരുന്നു, എല്ലാം വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് രണ വന്ന് കയറി. ഇപ്പൊ മസ്താനി വന്ന് ഇങ്ങനെയുള്ള പെണ്ണിനെ എങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് നിന്റെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം, അതായത് പുറത്തെ കാര്യം അറിയാടി, നിന്റെ അതിനെ അറബി കല്യാണം, ഉമ്മയുടെ അറബി അങ്ങനെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ, എന്നാന്ന് എനിക്കറിയാൻ പാടില്ല. അറബി കല്യാണം അറിയാം,
അപ്പം റെനെ ഓർത്തു റെനയും ജിസയിലും കൂടെ ലെസ്ബിയൻസിനെ പോലെ ബെഡിൻ്റെ അടി അതാ പുതപ്പിൻ്റെ അടി കിടക്കുന്നു. അതാ ഇവർ പറയുന്ന നൊത്ത് റെന അവിടെ ഭയങ്കര കാറിച്ച ബഹളം. പക്ഷെ റെന കാരെങ്കിലും നമുക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. റെനയുടെ പഴയ പെർഫോമൻസ് കൊണ്ട് റെന അത്രയും കാറി വഴക്കുണ്ടാക്കിയില്ല, നമുക്ക് ഒരു ഫീലിംഗ് തോന്നിയിട്ടില്ല റെനയോട്. പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. റെന കാരണോ അപ്പോൾ ഇച്ചിരി സന്തോഷം തോന്നിയില്ല. എനിക്ക് ഇച്ചിരി സന്തോഷം തോന്നി കിടന്ന് കരയുന്ന കണ്ടപ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് അപ്പം തന്നെ അനുമോൾക്ക് മനസ്സിലായി ഈ സംഭവം പുറത്ത് പോയിട്ടുണ്ട്, അതവിടെ ചർച്ചയായിട്ടുണ്ട്, ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞാലും കുഴപ്പമില്ലെന്നുള്ള കേസ് അനുമോൾക്ക് മനസ്സിലായി. അനുമോൾ അത്രയും ബിഗ് ബോസിന് വേണ്ടി എനിക്ക് ഇത്രയും കാശ് തന്നിട്ട് എന്നെ ഇവിടെ നിർത്താമല്ലോ, അപ്പോൾ ഞാൻ കണ്ടന്റ് കൊടുക്കുമെന്ന് ചിന്തിക്കുന്ന അനുമോള് ഇതൊരു വടിയായിട്ട് ഉപയോഗിക്കുമോ? ഇതിനകത്ത് ആരിൻ്റെ കയ്യിലും തെറ്റുണ്ട്, ജിസേലിൻ്റെ കയ്യിലും തെറ്റുണ്ട്, അനുമോളുടെ കയ്യിലും തെറ്റുണ്ട്, ആരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഈ സംഭവം പിന്നെ അത് കഴിഞ്ഞ് അനുമോള് പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ആര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അനുമോളെ തട്ടുന്നുണ്ട്, ഇടിക്കുന്നുണ്ട്, ചവിട്ടുന്നുണ്ട്, ഷോൾഡർ പുഷ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ നിവിനെ പുറത്താക്കിയ സമയത്ത് ആര്യൻ ജിസലിനോടും എല്ലാവരോടും പറയുന്നുണ്ട് അറിയാത്ത രീതിയിൽ ഞാൻ അവളെ ഫിസിക്കൽ ചെയ്യും, എന്നിട്ട് സോറി പറഞ്ഞാൽ മതിയല്ലോ കുഴപ്പമില്ലെന്ന്. അത് വെച്ചവൻ അനുമോളെ ഫിസിക്കലായിട്ട് ചെയ്യുന്നതാണ്. അപ്പം അനുമോള് നൂറയോട് പൗഡർ റൂമിൽ വെച്ച് പറയുന്നുണ്ട് ഇവൻ ഇനി ഇങ്ങനെ ഫിസിക്കലായിട്ട് ചെയ്യുന്നുണ്ട്, ഇവൻ എന്നെ എന്തേലും ഇങ്ങനെ പറഞ്ഞു വന്നാൽ ഈ സംഭവം ഞാൻ പുറത്തിടുന്ന നൂറയോട് പറയുന്നുണ്ട്, ഇങ്ങനെ സംഭവം ഞാൻ കണ്ടു, അവർ കിസ് ചെയ്യുന്നത് കണ്ടു, ആ സംഭവം ഞാൻ പുറത്തിടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ആ പഠിപ്പുര എന്ന വഴക്ക് ഇങ്ങനെ പതിയെ ആയി വരുന്ന എപ്പിസോഡുകളാട്ടെ. ഇത് ഒരു പരമ്പര പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് അപ്പാനി ആദിലേനെ ഒരു തെറി അപ്പാനി വിളിച്ചിട്ടുണ്ട്. അപ്പാനി അതിനെ നിന്ന് മാപ്പ് പറയുന്നുണ്ട്, ക്ഷമിക്കണേ എൻ്റെ വായിന്ന് അങ്ങനെ വന്നു പോയത് ഇങ്ങനെ വന്നു പോയതാ എന്നൊക്കെ പറഞ്ഞ മാപ്പ് പറഞ്ഞു. അത് അങ്ങനെ പതിയെ സോൾവ് ആയി. അപ്പത്തേനും ആദില പറഞ്ഞു അക്ബറിനെ വിശ്വസിക്കരുത്, അക്ബർ എല്ലാ കാര്യത്തിലും ചേട്ടനെ കൊണ്ട് കുഴിച്ചടിക്കും, അക്ബർ നിർത്തി കളിക്കുവാണ്. അപ്പം അപ്പാനി പറഞ്ഞു ഈ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഈ സംഭവം വിട്ടുപോയി കേട്ടോ. ഈ അപ്പാനി പറഞ്ഞു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് മസ്താനി ഇരുന്ന സമയത്ത് എന്തോ പറഞ്ഞ് അക്ബറും ആര്യനോട് എന്തോ പറഞ്ഞ് കളിയാക്കി. പണ്ട് എൻ്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി മസ്താനി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് ഈ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ കണ്ട്. അപ്പം അങ്ങനെ ഒരാളുടെ അടുത്ത് എന്നെ പറഞ്ഞപ്പോൾ എനിക്കത് ഇതായി, എന്നെ ഇങ്ങനെ നെഗറ്റീവ് ആകുന്ന പോലെ എനിക്ക് തോന്നി, എന്നെ വെച്ച് കളിക്കുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞ ഈ അപ്പാനി പിന്നെ വന്ന് അക്ബറിൻ്റെ അടുത്ത് വന്ന് ഇരുന്നിട്ട് പറഞ്ഞു നമ്മളെ തമ്മിൽ പിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ അക്ബർ നീ എന്തിനാ അവളോട് ചെന്ന് മാപ്പ് വരേണ്ട കാര്യമില്ല, ഓപ്പൺ ആയിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇവരിങ്ങനെ സ്വാഭാവികം ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു പൂ വളർത്താൻ തോന്നുന്നു, അതിനകത്ത് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആര് വന്നാലും നമ്മളെ തമ്മിൽ പിരിക്കാൻ പറ്റത്തില്ല, നീ എന്നെ ഉപയോഗിച്ച് കളിക്കുന്ന പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അപ്പാനി നേരെ അക്ബറിനെതിരായിട്ട് ആദിലയോട് നൂറയില്ല ആദിലയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേ അപ്പാനി എന്നെ നേരെ പ്ലേറ്റ് തിരിച്ചു പറയുവാണ്, എല്ലാവരും നമ്മളെ പിരിക്കാനാ നോക്കുന്നത്. അവിടെ അപ്പാനി ആദിലയോട് പറഞ്ഞിട്ടുണ്ട് അക്ബർ എന്നെ ഇങ്ങനെ മോശമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിഷിൻ അതുവഴി വരുന്നു. ജിഷിൻ വന്നപ്പോഴത്തേനും അക്ബർ പറഞ്ഞു ഇവനെ കൊണ്ട് പോലും നമ്മളെ പിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ആര്യനും വന്ന് കിടപ്പുണ്ട്. ആര്യനും വന്ന് കിടന്ന ഇടയ്ക്ക് ജിഷിനെ വിളിക്കാനോ എന്തോ ഒരു കാര്യത്തിന് അനുമോള് വന്നപ്പം അനുമോളെ എന്തോ ഇപ്പം വിളിച്ചു. അപ്പത്തേനും പോടാ പാൽക്കുപ്പി ഞാനെല്ലാം കാണുന്നുണ്ട് കേട്ടോ, നിന്റെ എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പുതപ്പിന്റെ അടിയിൽ അതിനെന്താ പറഞ്ഞപ്പം ഈ ആര്യൻ നമ്മുടെ അനുമോളുടെ അമ്മയുടെ കൂടെ അങ്ങനെ എന്തോ സംഭവം, എന്തോ ഒരു അമ്മയെ വിളിച്ച് നമ്മളെ മ്യൂട്ടായിട്ട് ഇതൊക്കെ ഏൽപ്പിച്ചേക്കുന്നു. അമ്മേനെ ഒരു തെറി വിളിച്ചു. അമ്മേനെ തെറി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഈ അപ്പാനെയും അക്ബറും ജിഷിനൊക്കെ പറഞ്ഞു നീ അങ്ങനെ പറയില്ല, നീ അങ്ങനെ പറഞ്ഞ് വളരെ മോശമായിപ്പോയി, അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറയലെന്ന് പറഞ്ഞാൽ സംഭവം പിന്നെ അവിടുന്ന് പതിയെ കൊളുത്തി വലിയ തീയായി വരുക. പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ നിവീനാണല്ലോ. അപ്പം ക്യാപ്റ്റൻ പറഞ്ഞു നമ്മുടെ അനുമോളെ വിളിച്ചുകൊണ്ട് പൗഡർ റൂമിൽ കൊണ്ട് കാര്യങ്ങൾ ചോദിക്കുന്ന അനുമോള് നിവിനോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ പറഞ്ഞു വന്ന വഴി അനുമോളും പിന്നെ ഈ ജിഷിനും അക്ബറും അപ്പാനിയും ആര്യനും ഇരിക്കുന്ന സ്ഥലത്തോട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജിസയിലും ഇവനും പുതപ്പിനടി കിടന്ന് ഒരു ആണും പെണ്ണും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ഞാൻ കണ്ടു, എൻ്റെ ബെഡേ കിടന്നാൽ നന്നായിട്ട് കാണാന്നൊക്കെ പറയുന്നു.
അപ്പൊ അല്ല നീ എന്താ കണ്ടേന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രൊമോയിൽ കണ്ട സംഭവം ഇവര് ബെഡിന്റെ അടിയിൽ കിടന്നുകൊണ്ട് കിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും ആര്യൻ അനുമോളെ അടിക്കാനായിട്ട് ഓങ്ങി ചെല്ലുന്നതാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത്. പക്ഷെ അടിക്കുന്നൊന്നും ആരും ചുമ്മാ പേടിപ്പിച്ച ആരും അടിക്കത്തൊന്നുമില്ല, ഒന്നും ചെയ്തില്ല. അത് ചാടി അങ്ങ് ചെല്ലുന്നു, പിടിക്കുന്നു, എല്ലാവരും പോകുന്നു. അപ്പൊ നമ്മൾ നിവയും പറഞ്ഞു എല്ലാവരോടും ഇവിടുന്ന് 3 മൂലയെന്ന് പറയാതെ ലിവിംഗ് റൂമിൽ നിന്ന് പറയുന്നു. എന്നിട്ട് ആ ലിവിംഗ് റൂമിൽ നിന്ന് അനുമോള് പറയുന്നു. പിന്നെ അതിന് വന്ന് അപ്പത്തേന് മസ്താനിയൊക്കെ കൂടെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വരും. മസ്താനും ജഷിനും അനുമോളെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അനുമോൾ ഈ പറഞ്ഞ റിപ്പീറ്റ് തന്നെ ഒരു 3-4 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പൊ ജഷിന് പറഞ്ഞു ഞങ്ങൾ പുറത്തുനിന്നും ഹോട്ട്സ്റ്റാറിലിട്ട എപ്പിസോഡിലും ഇങ്ങനെ അത് അവര് അനുകരിച്ച് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പുതപ്പിങ്ങനെ വരുന്നു, നമ്മള് ക്ലിപ്പിംഗ്സ് ഒക്കെ കണ്ട സംഭവം തന്നെയാണ്. അങ്ങനെ വരുന്നു, ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നു എന്നൊക്കെ കാണിക്കുന്നു. പിന്നെ അനുമോളും മസ്താനി കൂടെ തറയെ കിടന്നത് കാണിക്കാൻ നോക്കുന്നു. അപ്പൊ അതിൽ ദേഷ്യപ്പെട്ട് അക്ബർ ഇറങ്ങി പോകുന്നു. പിന്നെ കുറെ പേര് കാണിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ആര്യം പറയുന്നുണ്ട് ഞാനിത് ഇവളെ തെറ്റിദ്ധരിപ്പിക്കാൻ കാണിച്ചതാണ്, ഇവളിങ്ങനെയൊക്കെ പറയുമെന്ന് അറിയാതെ ഇവളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഞങ്ങൾ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിസേലിന് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ജിസേല് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെയാണോ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വലിയൊരു കോസലില്ല. ജിസേൽ എന്ന് പറഞ്ഞാൽ മുംബൈയിലെ മോഡലാണ്. ജിസേലിനെ കുറിച്ച് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ജിസേൽ ചെയ്ത പടങ്ങളും ജിസേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ജിസേലിന് അതൊരു ഉമ്മ വെക്കും എന്ന് പറഞ്ഞാൽ നിസ്സാരം പൂ പറിക്കുന്ന ഒരു കേസേ ഉള്ളൂ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ജിസേല് പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നപ്പം അതിലൊരു ന്യൂഡറും പറഞ്ഞാൽ ഞാൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഞാനും സിംഗിളാണ്, അവനും സിംഗിളാണ്. അപ്പം ഞങ്ങൾ കിസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് അതിനൊരു വിഷയമില്ല എന്ന് പറയുന്നുണ്ട്. ഈ പുതപ്പിനെ നമ്മൾ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകത പോലെ നമുക്ക് തോന്നും, വല്ലാണ്ട് രീതിയിൽ പുതപ്പ് കിടന്നിറങ്ങുന്നൊക്കെ നമുക്കും തോന്നും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്നേക്ക് പിന്നെ ഈ സംഭവങ്ങളെല്ലാം ഭയങ്കരമായിട്ട് മൂത്ത് വന്ന് പിന്നെ വലിയൊരു അടിയിലോട്ട് ചെന്ന് കലാശിക്കായിരുന്നു ഈ സംഭവം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുമോൾ ഇത് പറയണ്ടായിരുന്നു. അപ്പൊ അനുമോൾ പറയാനുള്ള ഒരു കാര്യം ആരിനൊക്കെ തന്നെ പറയുന്നുണ്ട്, അനുമോളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്തതെന്ന്. അങ്ങനെ ചെയ്തതാണെങ്കിൽ അനുമോളെ തെറ്റിദ്ധരിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? അനുമോൾ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല, ഇവര് തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്താന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പൊ അതില് ഇവര് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിലും അങ്ങനെ ചെയ്തിട്ടല്ലേ ഇങ്ങനെ അനുമോൾ പറയേണ്ട ഒരു അവസ്ഥ വന്നത്. അതെന്താ അവര് ചിന്തിക്കാതിരുന്നത്? ഇന്നത്തെ ഈ ലൈവിൽ ഞാൻ നോക്കിയപ്പം ഇന്നലത്തെ നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നത്. ഇത് ബിഗ് ബോസ് വീടാ, ഇത് ആർക്കും എന്ത് രീതിയിലും പ്രതികരിക്കാം, എങ്ങനെ വേണേലും ചാർജ് ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം. അപ്പൊ അങ്ങനെ ഈ രീതിയിലുള്ള പറയാനുള്ള ഒരു അവസരം നമ്മൾ വേണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ. പക്ഷെ അനുമോൾ അത് പറയേണ്ട കാര്യമില്ലായിരുന്നു. അനുമോൾ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, നമുക്ക് പറയാം. പക്ഷെ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ പറയണോ വേണ്ടയോ എന്നുള്ള കാര്യം. പറയണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി കേട്ടോ. അത്രയും ഇത് പറയാൻ ഞാനിങ്ങനെ നിങ്ങളെ കണ്ടിട്ടുണ്ടെന്നല്ല, ബിഗ് ബോസിനോടോ അങ്ങനെ എന്തെങ്കിലും പറയുന്നു. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് എല്ലാവരുടെ മുന്നിൽ അത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നു, പുതപ്പെടുത്തോണ്ട് വരുന്നു, പില്ലോ എടുത്തോണ്ട് വരുന്നു, അവിടെ കിടന്ന് കാണിക്കുന്നു. അതൊന്നും കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ അത് മറ്റേ ശൈത്യ അപ്പൊ ആര്യനൊക്കെ പറഞ്ഞ ശൈത്യ എന്തെങ്കിലും കണ്ടോന്ന് ശൈത്യ പറ. അപ്പൊ ശൈത്യ പറഞ്ഞു ഞാനൊന്നും കണ്ടിട്ടില്ല, ഇവളെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രശ്നം നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ജിഷൻ പറയുന്നുണ്ട്, നീ ഈ പറയുന്ന സംഭവം അനുമോളുടെ കുളിക്കുന്ന കിറ്റൊക്കെ കാണാതെ ഇപ്പൊ അനുമോൾ കിറ്റ് അന്വേഷിച്ചുകൊണ്ട് നടന്നപ്പം ഒരു പുതപ്പിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അനുമോൾ പുതപ്പ് മാറ്റുമ്പോ സീനൊക്കെ. അപ്പൊ അന്നത്തെയാണ് ചോദിക്കുന്നത്. അനുമോൾ അന്നത്തെ അല്ല, അത് കഴിഞ്ഞുള്ള ദിവസത്തെയാന്നാ പറയുന്നത്. പക്ഷെ അതിൽ കഴിഞ്ഞുള്ള ദിവസം അനുമോളും അനീഷും കൂടെ ജയിലിനകത്താ കിടക്കുന്നത്. അപ്പൊ അനുമോൾ ഇതെങ്ങനെ കണ്ടു? അനുമോൾ വേറെ ദിവസത്തെ കാര്യമാണോ പറയുന്നത്? അതറിയത്തില്ല. പക്ഷെ അതൊക്കെ ലാലേട്ടൻ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. ലാലേട്ടൻ ഇതെങ്ങനെ വന്ന് ഞായറാഴ്ച തെളിക്കുമെന്ന് അറിയത്തില്ല. അനുമോൾ ഉറച്ചു വെക്കുന്നുണ്ട് ഇവർ തമ്മിൽ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടു, എൻ്റെ തെളിവായിട്ട് എൻ്റെ കണ്ണ് മാത്രമേ ഉള്ളൂ, വേറെ ക്യാമറകളൊന്നും ഇത് സൂം ചെയ്തിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ശൈത്യ കിടന്ന് ഉറക്കമായിരുന്നു, ക്യാമറ സൂം ചെയ്തിട്ടില്ല, ഞാൻ കണ്ടു, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാമറയോട് വന്ന് പറയുന്നത് ഞാൻ കണ്ടു, ഉറപ്പ് എൻ്റെ അമ്മയാണ് സത്യം എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. എന്താ സത്യാവസ്ഥ? നമ്മൾ കണ്ട വീഡിയോയിൽ ഇങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സസ്പീഷ്യസ് ആയിട്ട് ഒരു സംഭവങ്ങൾ നമുക്ക് തോന്നും അതിനകത്ത്. എന്താന്നുള്ള കാര്യം ലാലേട്ടൻ വന്ന് ശനിയാഴ്ച തെളിയിക്കേണ്ടിയിരിക്കുന്നു, അത് അത്യാവശ്യമായിരിക്കേണ്ടിയിരിക്കുന്നു. ആര്യന് 23 വയസ്സും ജിസേലിന് 37 വയസ്സും കണ്ടാണുള്ളത്.
അപ്പൊ ഏജ് ഡിഫറൻസിലും കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അനുമോളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇവർ മനഃപൂർവ്വം ചെയ്താണെങ്കിൽ അനുമോൾ ആ പറഞ്ഞ കാര്യത്തിൽ കുഴപ്പമില്ല. ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു, അനുമോൾ ആ തെറ്റിദ്ധരിച്ചു പറഞ്ഞു, അതിൽ കുഴപ്പം ഇവരുടെ കയ്യിലും കുഴപ്പമുണ്ട്, അനുമോളുടെ കയ്യിലും കുഴപ്പമുണ്ട്. പിന്നെ സഭ കൂടെ നിന്ന് ഇത് ഇമിറ്റേറ്റ് ചെയ്ത് കാണാനായിട്ട് നിന്ന ആൾക്കാരുടെ കയ്യിലും കുഴപ്പമുണ്ട്. എല്ലാവരും കൂടി ഇത് പറഞ്ഞ് വഷളാക്കി. ഈ മസ്താനി അനുമോൾക്ക് സപ്പോർട്ടുള്ള കാരണം അനുമോളെ ശരിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുന്നത്, പുറത്ത് സപ്പോർട്ടുള്ള കാരണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ടാസ്ക് നടന്നായിരുന്നു കേട്ടോ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ മറന്നുപോയതാണ്. ഈ വലിയ ബോംബുകൾ എടുത്താൽ ഈ ഇവർക്ക് പഴയ ആൾക്കാർക്ക് ഒരു പണി കൊടുക്കുക. അതായത് ബിഗ് ബോസ് പണി ചെയ്തിട്ടുണ്ട്, അതൊരു ബൗളിനകത്ത് ഇട്ടേക്കുവാണ്, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തേക്കുന്നത് ഈ സീസൺ കഴിയുന്നിടം വരെ ഒരാൾക്ക് ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല. അപ്പൊ ഇവർ തെരഞ്ഞെടുത്തേക്കുന്ന അക്ബറിനെയാണ് തെരഞ്ഞെടുത്തേക്കുന്നത്. അപ്പൊ ഇനി ഈ സീസൺ കഴിയുന്നവരെ അക്ബർ ക്യാപ്റ്റൻ ആവൂല കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു. ആ സംഭവങ്ങളൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടന്ന സംഭവങ്ങളാണ്. ഈ വലിയ സംഭവം നടന്നാലും അതൊക്കെ മറന്നുപോയി. അപ്പൊ അങ്ങനെ ഒരു കിസ്സിങ് പ്രശ്നമായിട്ട് ബിഗ് ബോസ് വന്നേക്കുവാണ്. ഇതൊക്കെ ബിഗ് ബോസ് വീടാണോ അതോ ഓയോ റൂം വീടാണോ, ഇത് എന്ത് വീടാണോ ഒരു പിടുത്തവും കിട്ടുന്നില്ല. നല്ലൊരു മൈൻഡ് ഗെയിമോ നല്ലൊരു കണ്ടന്റോ നല്ല കാര്യങ്ങളോ നമുക്ക് സീസൺ 5 വലിയ അടിയും ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്കിഷ്ടം സീസൺ 5 ആണ്. കാരണം അഖിൽമാരാരുടെയും വിഷ്ണുവിന്റെ അവരുടെയൊക്കെ കുറെ ഗെയിമുകൾ, മൈൻഡ് ഗെയിമുകൾ, കുറെ ഗെയിം കൊടുത്തിട്ട് അവരത് കണ്ടക്ട് ചെയ്ത് ആ ഗെയിമിലോട്ട് എത്തിക്കുന്നത്, അതൊക്കെ നമുക്ക് നല്ല രസം, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. കുറെ സീസണൊക്കെ കഥ പറഞ്ഞു അങ്ങനെയൊക്കെ ലാഗായി പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഗെയിംസ് ഒക്കെ വരുമ്പം ഇവരുടെ ഗെയിംസും ഈ കണക്ക് കൂട്ടുന്ന സംഭവങ്ങളൊക്കെ കുറെ സ്ഥാനത്തിനുണ്ട്, അഖിൽമാരാര് കണക്ക് കൂട്ടിയ സംഭവങ്ങൾ, അതൊക്കെ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സീസൺ 4 നല്ല രസമാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്ന 2 സീസണും വെരി ഊള സീസണായി പോയി ബിഗ് ബോസ്, വെരി ഊള സീസൺ. പിന്നെ വൈൽഡ് കാർഡ്സ് വന്നതിൽ വലിയ പ്രതീക്ഷയൊന്നും എനിക്ക് തോന്നുന്നില്ല. ജിഷിനൊക്കെ വാവോയ കോടാലി പോലെ തോന്നുന്നുണ്ട്. മസ്താനി പുറത്തുനിന്ന് കണ്ടുകൊണ്ട് വന്നത് കുറെ ഛർദ്ദിച്ചിടുന്ന പോലെ തോന്നുന്നുണ്ട്. മസ്താനി അനുമോളോട് ശൈത്യ പുറകെ നിന്ന് കുത്തി കഥകൾ പറയുന്നുണ്ട്. അപ്പൊ അനുമോള് ലാലേട്ടൻ പോയ കേസിൽ അന്ന് അനുമോളെ ഫസ്റ്റ് എടുത്ത് കുടഞ്ഞ കേസിൽ മൊണ്ണകളെന്നോ എന്നൊക്കെ പറഞ്ഞില്ല ആ സംഭവത്തിൽ. അപ്പം അതിൽ ചൈത്യ കുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു മസ്താനി പതിയെ പ്രവീണും അനുമോളെ സപ്പോർട്ട് ചെയ്തായിട്ടാണ് നിൽക്കുന്നത്. പുറകിലെ വോട്ട് കൂടുതലൊക്കെ അനുമോക്കാണല്ലോ. പിന്നെ അനുമോളുടെ കൂടെ നിന്ന് കളിക്കും തോന്നുന്നു. അപ്പൊ ശൈത്യനെ പതിയെ അനുമോൾ ഇനി ഒഴിവാക്കും. ആദിലനൂറയുടെ കേസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആദിലനൂറ മറ്റേ കുമ്പിടീനെ കൂട്ട് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇനിയിപ്പോൾ അവരുടെ ഗെയിംസ് കഴിഞ്ഞ ദിവസത്തെ കൂട്ട് ഒരൊറ്റ അടി ആർക്കെൽക്കൂട്ടും അടിക്കാനാണോ അറിയത്തില്ല. ആ അടിയിൽ എല്ലാവരും തന്നെ തീരും. അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും കുമ്പിടിയെ കൂട്ടുണ്ട്, അറിയാൻ പാടില്ല. പക്ഷെ ഇന്നത്തെ മെയിൻ എപ്പിസോഡിൽ കുറെ കാര്യങ്ങൾ ഈ തറ കിടക്കുന്ന കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അപ്പൊ ഇത്ര സംഭവങ്ങളാണ് ഇന്ന് ഉണ്ടായത്. ഇന്ന് ഒരു കിസ്സിങ് വിഷയമാണ് ഉണ്ടായത്. ബിഗ് ബോസിന്റെ കണ്ടന്റ് ഇപ്പൊ കിസ്സിങ്, കിടപ്പ്, ബെഡ്റൂം, പുതപ്പിന്റെ അടിയിൽ എന്താന്ന് ഇനി കണ്ടുപിടിക്കല്, ഇതൊക്കെയായി മാറിയിരിക്കുന്ന ബിഗ് ബോസെ. പരിതാപകരം. ഇവർ അനുമോളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്താണെങ്കിൽ അനുമോൾ തെറ്റിദ്ധരിച്ചു, അത് പറഞ്ഞാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അനുമോൾ ഊഹിച്ച് കുലസ്ത്രീ രീതിയിൽ പറഞ്ഞതാണെങ്കിൽ അതിൽ പ്രശ്നമുണ്ട്. ലാലേട്ടൻ എന്താന്ന് വെച്ചാൽ വന്നിട്ട് തീരുമാനിക്കട്ടെ. അപ്പോൾ ബാക്കി ലൈവ് അപ്ഡേറ്റുമായിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ. ഓക്കെ, ടാറ്റാ.